30% താഴെയാണ്. ഗോതമ്പ് 30%. അപ്പോൾ ഒരു കൊല്ലം പഴയ നെല്ലിൻ്റെ അരിയും ഗോതമ്പ് നമ്മൾ ഒരു വ്യത്യാസവും. എന്നിട്ട് പ്രമേഹക്കാരനോട് പറയും ഗോതമ്പ് മാത്രമേ കഴിക്കാവൂ. ഗോതമ്പിന്റെ പ്രചാരകരെ ഏറ്റവും നല്ല ഗോതമ്പിന്റെ പുറഭാഗം, തവിടുള്ള ഭാഗം, അതിന്റെ ചവർപ്പുള്ള ഭാഗം, അതിന്റെ മിനറൽ അടങ്ങിയ ഭാഗം മുഴുവനും 5 സ്റ്റാർ ഹോട്ടലിൽ കഞ്ഞി ഉണ്ടാക്കാൻ, സമ്പന്നർക്ക് കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചപ്പോൾ ഊതിയാൽ പറക്കുന്ന 5ാമത്തെ ദ്വാരം, മില്ലിംഗ് പൗഡറിന് 5ാമത്തെ ദ്വാരത്തിലൂടെ പുറത്തു പോകുന്ന പൗഡർ വേറെ ഒന്നിനും കൊള്ളാതായി. തിന്നാൻ ആൾ വേണം. ഇന്ത്യയിൽ കൊണ്ടുവന്നു. തിരുവനന്തപുരത്തെ ബിഷപ്പിനെ സമീപിച്ച് അമേരിക്കൻ വീറ്റ് ഗ്രോവേഴ്സ് അസോസിയേഷൻ 1967 പറഞ്ഞു ഇതൊന്ന് ചെലവാക്കി തന്നെ, ഇതിന് വേറെ വഴിയൊന്നുമില്ല. ഇത് പരുത്തി തുണിക്ക് നെയ്യുമ്പോൾ നൂല് പൊട്ടാതിരിക്കാൻ കഞ്ഞി മുക്കാൻ മാത്രം ഉപയോഗിക്കുന്ന പശയാണ്. എല്ലാവരും പോളിയസ്റ്റർ ആയപ്പോൾ തുണിക്ക് കഞ്ഞി മുക്കൽ കുറഞ്ഞു പോയി. അതുകൊണ്ട് ഇത് ചെലവാകുന്നില്ല. അതുകൊണ്ട് ചെലവാക്കാൻ സഹായിക്കണമെന്നു ഫുഡായിട്ട് ചെലവാക്കാൻ തുടങ്ങി. സ്കൂളിലും കൊണ്ടുവന്നു. അങ്ങനെ ലയൺസ് ക്ലബ്ബ് തിരുവനന്തപുരത്ത് ഒരു മത്സരം നടത്തി 2 ഇനങ്ങൾ. ഒന്ന്, അമേരിക്കൻ മാവ് എന്ന ഈ വെളുത്ത പൊടിക്ക് ഒരു പേര് വേണം. അമേരിക്കൻ മാവ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വാധീനമുള്ള കേരളത്തിൽ ഇത് ചെലവാവില്ല. അമേരിക്കൻ ആണോ സംഗതി പൊട്ടയാണെന്ന് അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ പറയുമായിരുന്നു. അതുകൊണ്ട് അമേരിക്കൻ എന്ന പേര് മാറ്റണം. അതിന് പറ്റിയൊരു പേര് വേണം. രണ്ടാമത്തെ കാര്യം, ഇതുകൊണ്ട് നല്ല 2-3 പലഹാരം ഉണ്ടാക്കി കാണിക്കണം. 2നും സമ്മാനം നിശ്ചയിച്ചു. 2നും സമ്മാനം വാങ്ങിയവരുണ്ട്. അങ്ങനെ വന്ന പേരാണ് മൈദ. ഇങ്ങനെയാണ് അമേരിക്കൻ മാവിന് തേച്ച് കുളിപ്പിച്ച് പൗഡറൊക്കെ ഇട്ട് 70 വയസ്സുകാരിയെ 16 വയസ്സുകാരിയാക്കിയതിൻ്റെ പേരാണ് മൈദ. അന്നുണ്ടാക്കിയ പലഹാരമാണ് പൊറോട്ട. ഇത് കഴിച്ചപ്പോഴാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണാവുന്ന പോസ്റ്റർ മോഹൻലാലും മമ്മൂട്ടിയൊന്നും അല്ല, മൂലക്കുരു RSS ഭഗന്തരം. ഇത് ഭക്ഷണമായപ്പോൾ. കാരണം ഈ പശ എരിവുള്ള കറി കൂട്ടി അകത്തേക്ക് വിടാം. ഇതെത്ര ബലം പ്രയോഗിച്ചാലും പുറത്തു പോവില്ല. എല്ലാ രോഗങ്ങളുടെയും കാരണം അവിടുന്ന് തുടങ്ങും. താഴത്തടഞ്ഞു പോയോ പുറപ്പ്, ശരീരം മറ്റൊരു ദ്വാരം ഉപയോഗിക്കും ഈ വേസ്റ്റ് പുറത്തു കളയാൻ. അത് മൂക്ക് ഉപയോഗിച്ചാൽ നാം ജലദോഷം എന്ന് പറയും. ശ്വാസകോശം ഉപയോഗിച്ചാൽ ചുമയും ആസ്മയായിട്ട് മാറും. അത് തൊലിയിലൂടെ വന്നാൽ സോറിയാസിസ് ആവും. തലയുടെ തൊലിയിലൂടെ പുറത്തു പോയാൽ താരൻ എന്ന് പറയും. കൊഴുപ്പ് പോണ്ട ദ്വാരത്തിലൂടെ പോയില്ലെങ്കിൽ പോകാൻ പാടില്ലാത്ത മറ്റു ദ്വാരങ്ങളിലൂടെ പുറത്തു പോകുന്നു. മൂത്രത്തിൻ്റെ കൂടെ കൊഴുപ്പ് പുറത്തു കളയാൻ പറ്റില്ല. അത് മലത്തിൻ്റെ കൂടെയേ പറ്റും. മലബന്ധമുള്ള ആർക്കും തന്നെ ഈ കൊഴുപ്പ് പുറത്തു പോകില്ല. അപ്പോൾ മലബന്ധം ഉണ്ടാക്കുന്നതാണ് രോഗം ഉണ്ടാക്കാൻ ഏറ്റവും നല്ല വഴി. എല്ലാ രോഗവും ഉണ്ടാക്കാം മലബന്ധം ഉണ്ടാക്കിയാൽ. അതുകൊണ്ടാണ് ആയുർവേദക്കാരൻ, വിവരമുള്ള ആയുർവേദക്കാരൻ, പ്രത്യേകം പറയാനെടുക്കാൻ നിർത്തിയില്ല, ചെന്ന് ആദ്യം തന്നെ വയറിളക്കാൻ മരുന്ന് കൊടുക്കുക. എല്ലാവരും അല്ല, ആദ്യം ശോധന ശരിയായാൽ. ആയുർവേദത്തിലെ ചികിത്സയുടെ പ്രധാന ഭാഗം 2 ആദ്യം ശോധനം, പിന്നെ ശമനം. രോഗം ശമിക്കാൻ മരുന്ന് കൊടുക്കേണ്ടത് പിന്നീടാണ്. ഇതല്ലാത്തൊരു രോഗമുണ്ട്, അറിയോ? വയറിളക്കം. വയറിളക്കം വന്നവർ മാത്രമാണ് ആദ്യം ശമന ഔഷധം കൊടുക്കേണ്ടത്. കാരണം അവനെ രോഗം കയറ്റുന്നു പോകുന്നതാണല്ലോ. അല്ലാത്ത എല്ലാ രോഗത്തിനും ആദ്യം ഉണ്ടാക്കേണ്ടത് ശോധനത്തിന് ഒരുപാട് ക്രമമുണ്ട് അവിടെ. ശോധനാവയം എന്ന് പറഞ്ഞാൽ വയറ് മാത്രമൊന്നല്ല, സ്വേദനമുണ്ട്, വേർപ്പ് കളയാം, രക്തമോചനമുണ്ട്, രക്തം ചോർത്തി കളയാം, അങ്ങനെ ഒരുപാട് മൂത്രശോധനം ചെയ്യാം. അങ്ങനെ ഒരുപടി വഴികളുണ്ട്, ശരീരത്തിൻ്റെ ഒരുപടി വഴികളുണ്ട്. ആ വഴികളെല്ലാം ഉപയോഗിക്കവർ അറിയുന്നവരാണെങ്കിൽ. വേർപ്പിക്കും, തൊലിയിലെ അഴുക്ക് മുഴുവൻ കളയാൻ വേർപ്പിക്കാം. വഴികൾ ധാരാളം. ശരീരത്തിന് വഴിയുണ്ട്, പ്രകൃതിക്ക് വഴിയുണ്ട്. ഇങ്ങനൊരു രീതി, അഥവാ നിങ്ങളുടെ ശരീരത്തിൽ കൊഴുപ്പ് യാത്ര വേർപ്പിലൂടെ പോകുന്നില്ല, മലബന്ധം വന്നു എന്ന് വിചാരിച്ചോ, അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? നിങ്ങളുടെ ശരീരത്തിലേക്ക് ഡീജനറേറ്റീവ് വൈറസ് കടന്നിട്ട് അത് മുഴുവൻ വെള്ളമാക്കി മാറ്റും. അത് തൊലിയിലാണ് മാറ്റിയതെങ്കിൽ അതിന് ചിക്കൻ ബോക്സ് എന്ന് പറയും. വെള്ളമാക്കി കുമിളാക്കി തൊലിയിലൂടെ കളയുന്നതിൻ്റെ പേര് ചിക്കൻ ബോക്സ് എന്നാണ്. അത് അന്നനാളത്തിലാണ് കുമിളകളാക്കി പുറത്ത് കളയുന്നെങ്കിൽ ടൈഫോയിഡ് എന്നാവും പേര്. മുഴുവൻ കുമിളകളാണ്. വെള്ളം പോലത്തെ ആഹാരമേ കഴിച്ചോളൂ. ഖരവസ്തുക്കൾ എന്തെങ്കിലും കഴിച്ചു പോയാൽ ഇത് കുമിള പൊട്ടും ചത്തുകയും ചെയ്യും. ചികിത്സിച്ച് രക്ഷിക്കാൻ പറ്റില്ല. ഇതേ സാധനം നെഞ്ചിലാണ് വന്നതെങ്കിൽ പേര് മാറി ന്യൂമോണിയ എന്നാവും. അപ്പോൾ രോഗം ഏതാണ്ടൊക്കെ ഒന്ന് തന്നെയാണ് എന്നാണ്. അതുകൊണ്ടാണ് ആയുർവേദത്തിൻ്റെ ആചാര്യൻ ചരകൻ എഴുതി വെച്ചത് വേഗാൻ നിരോധയാത് രോഗകാരണം. ശരീരപ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാവുന്നതാണ് രോഗകാരണം. എവിടെ ശരീരപ്രവർത്തനത്തിന് തടസ്സം വരുന്നു അപ്പോൾ രോഗം ഉണ്ടാവും. ഡിസീസ് ഡിസൈനിങ് എന്താണെന്ന് മനസ്സിലായി വിചാരിക്കുന്നു. കാര്യം പഠിപ്പിക്കുന്ന ഇതുവരെയുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടല്ല. ഇനി കാണുമ്പോൾ തന്നെ അതിനപ്പുറം പിന്നെ സംശയത്തോടെ നോക്കാൻ അന്വേഷണ ബുദ്ധി നിലനിർത്തണം. വരാൻ പോകുന്നത് എന്താണ്,
ഏത് മരുന്നാണ് നമ്മുടെ മേൽ പ്രയോഗിക്കാൻ പോകുന്നത്, ഏത് ഭക്ഷണമാണ് പ്രയോഗിക്കാൻ പോകുന്നതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചരിത്രം പറയുന്നത്. ഇപ്പോൾ കേരളത്തിലുള്ള 31% യുവാക്കൾക്ക് ബീജമില്ല, കൗണ്ടില്ല, അതുകൊണ്ട് മക്കളുണ്ടാവില്ല. അതുകൊണ്ട് ഇനി കല്യാണം കഴിക്കാൻ വേണ്ടി വരുമ്പോൾ ബീജത്തിൻ്റെ കൗണ്ട് നോക്കി റിപ്പോർട്ടും കൊണ്ട് വരാൻ പറയണം. അപ്പോഴാണ് പൈസ കൊടുത്ത് വ്യാജ സർട്ടിഫിക്കറ്റ് കൊണ്ടൊക്കെ വരിക. ഇപ്പോൾ വ്യാജമാണെന്ന് കൗണ്ടർ ചെക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ കുറേ തമാശകൾ ഇനി വരും. ജാതകം നോക്കണ്ട, HIV പോസിറ്റീവ് ആണോ എന്ന് വേണമെങ്കിൽ നോക്കാം, ഇവന് വല്ല അങ്ങനത്തെ രോഗമുണ്ടോന്ന്. ഇനിയോ മറ്റെന്ത് വേണ്ടി വരും? ബീജത്തിൻ്റെ കൗണ്ട് പെർ CC 1,10,000 ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. എന്നാൽ മാത്രമേ പറ്റുള്ളൂ. ചെറുപ്പത്തിലേ മദ്യപിക്കുന്നവനാണെങ്കിൽ, ചെറുപ്പത്തിലേ കോഴിയിറച്ചി നിന്നവനാണെങ്കിൽ 2 കാരണം കൊണ്ടും ഇത് നശിക്കും. നല്ലോണം ചാരായം കുടിച്ചാൽ മതി, നശിക്കാം. 2 കാരണവും മതി. ഇതും എങ്ങനെയാണ് വരുന്നത്? 0.5% ആളുകൾ കൂടുതൽ കേരളത്തിൽ മദ്യപിച്ചാൽ, ഇപ്പൊ കുടിക്കുന്നതിന്റെ 0.5% കൂടി കൂടിയാണ്. രണ്ടാമത്തെ കാര്യം, കുടിക്കുന്നവർ 0.5% കൂടുതൽ കുടിച്ചാൽ, എന്നാൽ 100 മില്ലി കുടിക്കുന്നവൻ 150 മില്ലി കഴിച്ചാൽ മതി. 6000 കോടി രൂപയുടെ കച്ചവടം ഉണ്ടാവുന്നതാണ് വിജയ് മല്ലയുടെ കണക്ക്. 6000 കോടി രൂപയുടെ കച്ചവടം ഒരു കൊല്ലത്തിൽ ഉണ്ടാവുക. എന്ത് ചെയ്താൽ മതി? കുടിക്കുന്നവർ 0.5% കൂടുക. അത് പെണ്ണുങ്ങൾക്കും ആവാം. ഇപ്പോൾ ഏതാണ്ടായി 0.5% കൂടുതലാവുക. അല്ലെങ്കിൽ കുടിക്കുന്നവൻ 0.5% കൂടുതൽ കുടിക്കുക. കച്ചവടം 6000 കോടി ഉറുപ്പിയുടേത് കൂടും. ഈ കണക്ക് വെച്ചിട്ട് ആളുകളെ കൊണ്ട് കുടിപ്പിക്കാൻ എന്ത് വേണം? ആളുകളെ കുടിയന്മാരാക്കാൻ അതൊരു എളുപ്പവഴിയില്ലേ? ന്യൂ ഇയർ ഡേ ആഘോഷിക്കുക, പുതുവത്സരം, വാലന്റൈൻ ഡേ എന്ന പേരിൽ ആണും പെണ്ണൊക്കെ കൂടി ഡാൻസ് കളിക്കുന്ന ഒരു പരിപാടി. കള്ളൊന്നും കൊടുക്കണ്ട, ബിയർ കൊടുത്താൽ മതി. ലഘുപാനി എന്നുള്ളവന്നിട്ട് ബിയർ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഏതെങ്കിലും കോള കൊടുത്താൽ മതി. കുറച്ച് ദിവസം കോള കുടിച്ചാൽ അത് മദ്യത്തിലേക്കുള്ള വഴിയാവും. എളുപ്പമാണ്. അപ്പോൾ എന്തിന് വാലന്റൈൻ ഡേ വരുന്നു? എന്തിന് ന്യൂ ഇയർ ഡേ? എന്താ ജനുവരി 1 പ്രാധാന്യം? ഒരു ചുക്കുമില്ല, പ്രകൃതിയായിട്ട് ഒരു ബന്ധവുമില്ല. നിങ്ങൾ മേടം ഒന്ന് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രാധാന്യമുണ്ട്. അത് കാർഷിക വർഷമാണ്. വിഷു ആഘോഷിക്കുന്നതിൻ്റെ അർത്ഥമുണ്ട്. ആ അർത്ഥം പോലും അല്പം തെറ്റുള്ളതാണ്. മീനം 8-ാം തീയതിയാണ് ശരിക്ക് വിഷു. ഇപ്പോൾ മാർച്ച് 21 മീനം 8 ശരിക്ക് വിഷു. രാത്രിയും പകലും തുല്യമായ ദിവസം അതാണ്. അന്നാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്. പക്ഷേ നമ്മൾ പണ്ടേയുള്ള ശീലം കൊണ്ട് മേടം 1-ാം തീയതി ആഘോഷിക്കുന്നതേ ഉള്ളൂ. എന്നാലും അതിനത്രയും പറയാം. അത്ര പോലും ജനുവരി 1 എന്താ അർത്ഥം? എന്താ ആഗസ്റ്റ് മാസം എന്ന് പറഞ്ഞാൽ? എന്താ ജൂലൈ എന്ന് പറഞ്ഞാൽ? എന്തിനാ ഫെബ്രുവരിക്ക് 28 ദിവസം വെച്ചാൽ ഒരു ഉത്തരവില്ല. അതങ്ങനെയാണ്. എന്താ ജൂലൈ എന്ന് പറഞ്ഞാൽ അറിയോ? ജൂലൈ സീസർ ജനിച്ചത് കൊണ്ട് അയാളുടെ ഓർമ്മയ്ക്ക് വേണ്ടി അയാളുടെ മാസം ഉണ്ടാക്കി. അതിൻ്റെ പേരാണ് ജൂലൈ. ആഗസ്റ്റ് സീസർ ജനിച്ചതുകൊണ്ട് ആഗസ്റ്റ്. അങ്ങനെ രണ്ടാമത് ജനിച്ചില്ലായിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് 10 മാസമേ ഉണ്ടാവുള്ളൂ. ആകാശത്തിൽ ചിങ്ങം എന്ന നക്ഷത്രത്തിൻ്റെ കൂടെ സൂര്യൻ എത്ര ദിവസം ഉണ്ടാക്കുന്നതാണ് ചിങ്ങമാസം. മേഷം ആടിൻ്റെ ആകൃതിയിൽ ഒരു നക്ഷത്രക്കൂട്ടമുണ്ട്. ആ നക്ഷത്രക്കൂട്ടത്തിൻ്റെ കൂടെ സൂര്യൻ എത്ര ദിവസം ഉണ്ടാവും എന്ന് കാണിക്കുന്നതാണ് മേടമാസം. അത് ലോകത്തിലാകെ അത്ഭുതപ്പെടുത്തിയൊരു കണക്കാണ്. അതിനുവേണ്ടിയാണ് ഇന്ത്യൻ ജ്യോത്സ്യന്മാരെ ശൂന്യാകാശത്തിലേക്ക് ഉപഗ്രഹം അയക്കുമ്പോൾ കേരളത്തിൽ നിന്നൊക്കെ കൊണ്ടുപോകുന്നതിൻ്റെ അർത്ഥം അതാണ്. അവർക്ക് മാത്രമേ അറിഞ്ഞുകൂടൂ ഇന്ന ദിവസം എത്രാമത്തെ മിനിറ്റിൽ, എത്രാമത്തെ സെക്കൻഡിൽ, അതല്ലല്ലോ അവരളവ്. ഇന്ന ദിവസം എത്രാമത്തെ നാഴികയിൽ, എത്രാമത്തെ വിനാഴികയിൽ, എത്രാമത്തെ കലയിൽ, എത്രാമത്തെ വികലയിൽ ഇന്ന ഗ്രഹം ഏത് സ്ഥാനത്തുണ്ടാവുമെന്ന് കൃത്യമായിട്ട് അറിയുന്നവർ ഭാരതീയരാണ്. അതിന് പറ്റിയൊരു മാസഗണന ഇവിടെയുണ്ട്. ഇതാണ് മലയാളത്തിൻ്റെ മെച്ചം. ഇതാണ് സായിപ്പിനില്ലാത്തത്. പിന്നെന്തിനാണ് ജനുവരി 1 ആഘോഷിച്ചത്? മദ്യം ചെലവാക്കാൻ തന്നെയാണ്. അതുകൊണ്ട് ജനുവരി 1 വലിയ ആഘോഷമാക്കി മാറ്റേണ്ടത് മദ്യ ലോബിയുടെ ഒരു ആവശ്യം. 4-5 ദിവസം മുമ്പേ ക്യൂ തുടങ്ങും. എല്ലാവരും വാങ്ങിക്കൊണ്ട് ജനുവരി 1 ആഘോഷിക്കണം. അന്ന് രാത്രി മുഴുവൻ പാട്ടും തീറ്റയും ഈ ഇറച്ചിയും ഇതൊക്കെ തിന്നിട്ട് തീർക്കണം എന്നർത്ഥം. ഒരു കാര്യം ചന്തുമേനോൻ പറഞ്ഞ പോലെ, എന്താ ഇക്കാലത്ത് കൈക്കൂലി വാങ്ങാത്തവരാരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ചന്തുമേനോൻ, ഇന്ദിരയൊക്കെ എഴുതി ചന്തുമേനോൻ കോലായിൽ ഊണ് കഴിക്കായിരുന്നു കല്യാണത്തിന് വന്നിട്ട്. അപ്പോൾ മുറ്റത്തിരുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ പറഞ്ഞു, ഇക്കാലത്ത് അല്പമെങ്കിലും കൈക്കൂലി വാങ്ങാത്ത ഏതെങ്കിലും ഉദ്യോഗസ്ഥനുണ്ടോന്ന്. ഊണ് കഴിക്കുന്നെടുക്കുന്ന ചന്തുമേനോൻ എഴുന്നിട്ടെന്ന് പറഞ്ഞു, ഞാനിട്ടാ ഒയ്യാരത്തി എന്തു എന്ന് പറഞ്ഞു. ഒരു പ്രകോപനമില്ല. സംഭാഷണം നടത്തുന്നവർ സംഭാഷണമൊക്കെ നിന്നുപോയി. ആകെ ഞെട്ടിപ്പോയി. അത്ര ഒച്ചത്തിലാണ് അലറിക്കൊണ്ടാ പറഞ്ഞത്, കൈക്കൂലി വാങ്ങാതെ ഒരുത്തരുണ്ട്, ഞാനുണ്ടടാ ഒയ്യാരത്തി എന്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നു. സുഖമായിട്ട് ഊണ് കഴിച്ചു. മുറ്റത്തെ സംഭാഷണം നിന്നുപോയി.
ഇങ്ങനെ പറയാൻ ധൈര്യമുള്ള ഉദ്യോഗസ്ഥ